ഹായ്, നമസ്കാരം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരം. നമ്മുടെ CFKയിൽ വരാൻ ആഗ്രഹിക്കുന്ന മെമ്പേഴ്സ് അവർ രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ നമുക്ക് ആളുകൾ മെസ്സേജ് അയക്കാറുണ്ട്. അവർക്ക് ഒന്നും അറിയണ്ട, ട്രസ്റ്റിനെ കുറിച്ച് അറിയണ്ട, ഏത് രീതിയിലാണ് ട്രസ്റ്റ് പ്രവർത്തിക്കുന്നതെന്ന് അറിയണ്ട, അതേപോലെ തന്നെ എവിടെയാണ് ട്രസ്റ്റ് പ്രവർത്തിക്കുന്നത്, അതേപോലെ തന്നെ ഏതൊക്കെ ജില്ലയിലുണ്ട്, ഒന്നും അറിയണ്ട. ഇവർക്ക് അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ സംഖ്യ ഒന്നല്ല അവർ പറയുന്നത്. 20,000, 50,000, 5 ലക്ഷം, 10 ലക്ഷം ഇതിന് മേലേക്ക് അങ്ങോട്ട് പോവുകയാണ്. ഇത് തരുമോ എന്ന് മാത്രം അവർക്കത് മാത്രം അറിഞ്ഞാൽ മതി. ഞാൻ അങ്ങനെയുള്ള ആളുകളോട് ഞാൻ ഒന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളെ ഒരു പരിചയമില്ല, ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ ഒരു പരിചയവുമില്ല ഈ ട്രസ്റ്റിന്. നിങ്ങൾ ആരാണെന്ന് അറിയില്ല, എവിടെയാണെന്ന് അറിയില്ല, ഒന്നും അറിയില്ല. അങ്ങനെയുള്ള നിങ്ങൾക്ക് എങ്ങനെയാണ് ട്രസ്റ്റ് എന്നല്ല ഏതൊരു മനുഷ്യനും പൈസ തരിക? എങ്ങനെയാണ്? ഒന്നുകിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള പൈസ എന്തെങ്കിലും ആവശ്യങ്ങൾ ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ ആ രേഖയുമായിട്ട് നിങ്ങൾ വരിക. ആ രേഖ ഇന്ന ആവശ്യത്തിനാണെന്നുള്ള തെളിയിക്കാനുള്ള രേഖയുമായിട്ട് നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അർഹതപ്പെട്ടതാണെങ്കിൽ കേട്ടോ. കാരണം രേഖയായിട്ട് വന്നിട്ട് നമ്മൾ പോയി അന്വേഷിക്കുമ്പോൾ ആ രേഖ എല്ലാം കെട്ടിച്ചമച്ചതാണെന്ന് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ അർഹതപ്പെട്ടതാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ എല്ലാ ജില്ലയിലും നമ്മൾ ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുകയാണ്. ആ പ്രവർത്തിച്ച് ഓരോ ജില്ലയിലും മെമ്പേഴ്സ് ആയെങ്കിൽ മാത്രമല്ലേ നിങ്ങൾ പറയുന്ന പൈസ നിങ്ങൾക്ക് നൽകാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന എന്താണോ നിങ്ങൾ പറയുന്ന സഹായം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അങ്ങനെയുണ്ട്. അടിത്തറ ഉണ്ടെങ്കിലേ എന്തിനും നിലനിൽപ്പുള്ളൂ. ആ അടിത്തറ ബലമുള്ളതാക്കി തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നോക്കുന്നത്. അപ്പോൾ എല്ലാവരും സഹകരിക്കുക. നമ്മൾ സഹായങ്ങൾ കൊടുത്തിരുന്നു, ഇപ്പോൾ സഹായങ്ങൾ കൊടുക്കുന്നതൊക്കെ നിർത്തി. ഇപ്പോൾ പുതിയ ജോയിനേഴ്സിനെ, അതായത് പുതിയ കുടുംബാംഗങ്ങളെ നമ്മുടെ കുടുംബത്തിലേക്ക് കൊണ്ടുവരികയാണ്. അതിനുവേണ്ടി നമ്മൾ പ്രവർത്തിക്കുകയാണ്. എല്ലാവരും കൂടെ ഉണ്ടാവുക എപ്പോഴും. CFK ഫാമിലിയിൽ ജോയിൻ ചെയ്തിട്ടുള്ള വ്യക്തികൾ, ഇനി ജോയിൻ ചെയ്യുന്ന വ്യക്തികൾ ഒരിക്കലും രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞിട്ട് എനിക്ക് ഇന്ന പൈസ വേണം, എനിക്ക് ഇന്ന ആവശ്യമാണ്. അതേപോലെ തന്നെ ഗ്രൂപ്പിലുള്ള ആളുകളോടും നമ്മുടെ കുടുംബത്തിലുള്ള ആളുകളോടും ഒരിക്കലും കടം ചോദിക്കരുത്. നിങ്ങൾ വ്യക്തിപരമായിട്ട് നിങ്ങളൊരാളെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ട് അത് വേറൊരു പ്രശ്നത്തിലേക്ക് പോകുമ്പോൾ ട്രസ്റ്റിൻ്റെ ഭാരവാഹികളും അതിന് ഉത്തരവാദിയാവില്ല. ഒരിക്കലും